നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടി, പ്രശ്നവിധിയിൽ ഇവർക്കവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടതുകൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താൻ പറഞ്ഞത്. കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധിയും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവരുടെ കൂടെ തന്നെ പോയിട്ട് വന്നോളാം. ഈ വഴിപാട് നടത്തിയ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഉറപ്പല്ലേ തിരുമേനി? എന്താ സംശയം? ആ മല കയറി വഴിപാടുകൾ നടത്തിയിട്ടുള്ളവർക്കെല്ലാം ഉത്തിഷ്ടകാര്യം നടന്നിട്ടുണ്ട്. എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്ന് തിരുമേനി ഇതുവരെ പറഞ്ഞില്ലല്ലോ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂജ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്. ആ പൂജയിലാണ് ഇവർ പങ്കെടുക്കേണ്ടത്. ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്ര സൗഭാഗ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്കോ നേർച്ച ചെയ്യണം. കുട്ടി, നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ പറ്റൂ. ഒരുപാട് ദുർഘടങ്ങളുള്ള സ്ഥലമാണ്. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും. എന്തായാലും ഇവര് പോകുന്നുണ്ടല്ലോ. അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവര് നേരിടേണ്ടി വരില്ലേ? അതിന്റെ കൂടെ ഞാനും പോയിക്കോളാം. പൂജ നടത്തിയത് ഇവർക്ക് വേണ്ടിയല്ലേ മോളെ? അത് സാരില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ പൂജ നടത്തിയത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ. ഇവർക്ക് മാത്രം ആ പൂജയുടെ ഗുണം ലഭിച്ചാ മതി എന്ന് വിചാരിക്കുന്നത് സ്വാർത്ഥതയല്ലേ അച്ഛാ? കുട്ടി, പ്രശ്നവിധിയിൽ ഇവർക്കവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടതുകൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താൻ പറഞ്ഞത്. കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധിയും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവരുടെ കൂടെ തന്നെ പോയിട്ട് വന്നോളാം. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. അങ്ങനെ നോക്കിയാ ആദ്യം കുഞ്ഞുണ്ടാവാനുള്ള നേർച്ചകൾ നടത്തേണ്ടത് എനിക്കല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അങ്ങനെ അർച്ചനയ്ക്ക് മാത്രമായി വഴിപാട് നേർച്ചകൾ നടത്തുന്നത് ശരിയല്ലല്ലോ. അവന്തികെ, ഈ പൂജ അലങ്കോലപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? അമ്മേ, വേണ്ട. എടുത്തി പറയട്ടെ. ഇനി പറയാനൊന്നുമില്ല. ഈ വീട്ടിലങ്ങനെ നിനക്ക് മാത്രമായിട്ടൊരു പ്രാധാന്യമൊന്നുമില്ലല്ലോ. ഒരു പൂജ നടത്തുമ്പോ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയാവണം. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. തിരുമേനി, ഏട്ടത്തി പറഞ്ഞതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോന്ന് നോക്കാമോ? കുട്ടിയുടെ പേര് നാളും പറയൂ. അവന്തിക, പൂരാട നക്ഷത്രം. കുട്ടിക്ക് ഇവരുടെ കൂടെ പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല. ഇവർക്കൊപ്പം പോയി ഈ പൂജ ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മല കയറി പെൺകുട്ടികൾ ഈ പൂജ നടത്തിയാൽ ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്നുവരെ ഒരു സ്ത്രീയും
ആ മല കയറി ഈ പൂജ നടത്തിയിട്ടില്ല. വനദുർഗാ ഭാവത്തിലുള്ള പാർവതീദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മല കയറി മുകളിലെത്താൻ സാധിക്കൂ. നിർഭാഗ്യവശാൽ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മലമുകളിലെത്തി ഈ പൂജ നടത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറയുന്നതാ. സ്ത്രീകൾക്ക് മല കയറി അവിടെ എത്താൻ പറ്റില്ല പോലും. ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. പിന്നെയാണോ ഒരു മലമുകളില്? കുട്ടി, പരിഹസിക്കരുത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളുമൊക്കെ ഉള്ള സ്ഥലം. നിങ്ങൾ ചുറ്റിലും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രമല്ലത്. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അവിടെ പൂജയുള്ളൂ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്രയും ദിവസം ആ നട തുറന്നിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അർച്ചനയും കൊണ്ട് ഞാൻ ആ മല കയറിക്കോളാം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പോയി പൂജ ചെയ്താലും പോരെ? പോരാ. പെൺകുട്ടികൾക്ക് സന്താന ലബ്ധിക്കായി പെൺകുട്ടികൾ തന്നെ പോയി പ്രാർത്ഥിക്കണം. ഭർത്താവിന് സഹായത്തിനായി ഒപ്പം ചെല്ലാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്ര അപകടം പിടിച്ച സ്ഥലത്ത് ഇവര് പോണോ തിരുമേനി? മറ്റെന്തെങ്കിലും പ്രതിവിധി നോക്കിക്കൂടെ? വേണ്ടമ്മേ, ഞങ്ങൾ പൊയ്ക്കോളാം. വേണമെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാൻ കൂടി പോവാം. അത് നല്ലതാ. ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടും. അല്ലേ കമലേ? അതെ. അനുപം കൂടെ ഇവരുടെ കൂടെ പോട്ടെ. അനുപേട്ടൻ വരണമെന്നില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അത് വേണ്ട. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാൻ കൂടെ വരാം. ഇവനെന്തിനാ ഇങ്ങനെ വലിഞ്ഞേറി കൂടെ വരുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോ ഇവനും കൂടി വന്ന അതാകെ കുഴപ്പോ. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവനെ തടയണമല്ലോ. അല്ല, അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ. മോളെ, പറയുന്ന കേൾക്ക്. അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.